പഞ്ഞക്കർക്കിടകത്തെ രാമായണ ശീലുകളാൽ സ്വീകരിക്കാനൊരുങ്ങി മലയാള നാട്. ഇന്നു മുതൽ കേരളക്കരയാകെ രാമമന്ത്രധ്വനികളാൽ മുഖരിതമാകും. രാമായണ മാസത്തിൽ അയോധ്യ ശ്രീരാമ ജന്മസ്ഥാനത്തു നിന്നും വിശേഷങ്ങളുമായി നമ്മുടെ പ്രതിനിധി എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ജയ് ശ്രീറാം. രാമജന്മഭൂമിയിൽ നിന്നുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പറയും. രോഹിണി, ജയ് ശ്രീറാം. ഈ രാമായണ മാസത്തിൽ ഇന്ന് ജനം ടി വിയുടെ പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുണ്യമായ കാര്യം രാം ജന്മഭൂമി ക്ഷേത്രത്തിൽ നിന്നും അവർക്ക് ദൃശ്യങ്ങൾ, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ തന്നെ പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. രാമനുള്ളിടത്തെല്ലാം തന്നെ നമ്മൾ ഈ രാമായണ മാസം ഇന്ന് ആചരിക്കുന്നുണ്ട്. മലയാളികൾ പൊതുവെ ഈ രാമായണ ശീലുകളാൽ നിറയ്ക്കും ഈ ഒരു മാസം ഇനി അങ്ങോട്ടേക്ക്. രാമൻ്റെ തട്ടകം അയോധ്യ, അതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണാം ഭഗവാൻ ശ്രീന്റെ പുണ്യമായ ഭവ്യമായ ക്ഷേത്രം പറയുന്നത്. ഏതാണ്ട് 500 വർഷക്കാലം നീണ്ട പോരാട്ടം, 500 വർഷക്കാലം നീണ്ട രക്തരൂഷിത പോരാട്ടം എന്നാണ് പറയേണ്ടത്. അതിനുശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷവും നടന്ന പ്രക്ഷോഭങ്ങൾ, കേസുകൾ, ജയിൽവാസം, എല്ലാത്തിനുമൊടുവിൽ ഇതാ ഭാരതത്തിൻ്റെ ഈ അമൃതകാലത്ത് ഭാരതത്തിൻ്റെ ഉയർച്ചയുടെ പ്രതീകമായി, തലയെടുപ്പിൻ്റെ പ്രതീകമായി ഭവ്യമായ ശ്രീരാമക്ഷേത്രം നമ്മൾ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്തിനാണ് ജനം ടി വി എന്ന ചോദ്യത്തിന് ഇതാണ് രോഹിണി ഉത്തരം. കാരണം മറ്റൊരു ചാനലും ഇത്തരത്തിൽ ഈ രാമായണ മാസാചരണം എന്ന കാര്യം പോലും മുന്നോട്ട് വയ്ക്കില്ല. ഒരു പക്ഷേ മറ്റൊരു ചാനലും ഇത്തരത്തിൽ അയോധ്യയിലെ ഭഗവാൻ ശ്രീരാമൻ്റെ ക്ഷേത്രം, അയോധ്യയിലെ ഭഗവാൻ ശ്രീരാമൻ്റെ ഓർമ്മകൾ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അവരെല്ലാവരും തന്നെ വിട്ടുനിൽക്കുന്ന ഒരു കാര്യം എന്ന് വേണമെങ്കിൽ പറയാം. പരമാവധി ഇതിനെ വിവാദമാക്കാനാണ് ശ്രമിച്ചിരുന്നത്. ആ ഘട്ടത്തിലാണ് ജനം ടി വി ഭഗവാൻ ശ്രീരാമൻ്റെ ഓർമ്മകൾ നിറയുന്ന രാമനാമങ്ങൾ ഈ കാറ്റിൽ പോലും അലയടിക്കുന്ന ഈ അയോധ്യയിൽ നിന്നും, രാം ജന്മഭൂമിയിൽ നിന്നും ഇപ്പോൾ ഈ തത്സമയ സംപ്രേഷണം നടത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശബരിമലയായാലിരിക്കട്ടെ, ലവ് ജിഹാദ് കേസായാലിരിക്കട്ടെ, അങ്ങനെ എന്ത് കേസുകൾ ിരിക്കട്ടെ, എല്ലാത്തിലും വിവാദം കാണുമ്പോൾ അതെല്ലാം ചേർത്ത് പിടിക്കുന്ന, ഭാരതത്തിൻ്റെ സംസ്കാരം ചേർത്ത് പിടിക്കുന്ന ചാനൽ എന്ന നിലയിൽ നമ്മുടെ കർത്തവ്യം കൂടിയാണ് ഈ രാമായണ മാസത്തിൽ ഭഗവാൻ ശ്രീരാമൻ ലീലകളാടിയ ഭഗവാൻ ശ്രീരാമൻ്റെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഈ ശ്രീരാമ ജന്മഭൂമി, ശ്രീരാമക്ഷേത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയ പ്രത്യേകതകൾ നിറഞ്ഞ ലോകാത്ഭുതങ്ങളിൽ ഒന്നാകാൻ പോകുന്ന ഒരു ക്ഷേത്രമാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർണ്ണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ വർഷം കൊണ്ട് തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തിയാകും എന്നുള്ളതാണ്. നേരെ ഈ ദൃശ്യത്തിൽ കാണുന്നതാണ് പ്രധാന ക്ഷേത്രം എന്ന് പറയുന്നത്. ഇതിൻ്റെ അങ്ങേയറ്റത്തായ ഗർഭഗൃഹം, ആ ഗർഭഗൃഹത്തിനുള്ളിൽ രാംലല, നമ്മുടെ മൈസൂരുകാരൻ രൂപകൽപ്പന ചെയ്ത രാംലല നമുക്ക് അതിൽ ഈ ഗർഭഗൃഹത്തിൻ്റെ നേരെ കാണുന്ന ഈ ഗോപുരത്തിന് തന്നെ ഏതാണ്ട് 161 അടി ഉയരം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാനും സാധിക്കും. അതിൻ്റെ മുകളിലെ മകുടം, സ്വർണം പൂശിയ മകുടം നമുക്ക് കാണാൻ സാധിക്കും. കൊത്തുപണികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൂരെ നിന്നും കാണുമ്പോൾ രോഹിണി, ആ കൊത്തുപണികളൊക്കെ തന്നെ നമുക്ക് അത്ര വലിയ ഒരു സംഭവമായി തോന്നില്ല. അടുത്തേക്ക് പോയാൽ നമുക്ക് കാണാൻ സാധിക്കും പിങ്ക് മാർബിളിൽ വീതുളിയാൽ കവിത രചിച്ചിരിക്കുകയാണ് തച്ചന്മാർ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ സുഗ്രീവനുണ്ട്, ഹനുമാനുണ്ട്, ശ്രീരാമനുണ്ട്, സീതയുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ദൈവങ്ങളുടെയും അതോടൊപ്പം പ്രകൃതിയിലെ മറ്റ് ജന്തു ജീവജാലങ്ങളുടെയും പ്രതിമകൾ, ബിംബങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു തച്ചന്മാർ എന്നുള്ളത് നമുക്ക് കാണാം. ശ്രീകോവിൽ പൂർണ്ണമായും രാജസ്ഥാനിൽ നിന്നുള്ള വെളുത്ത മക്രാന മാർബിൾ പാകിയിരിക്കുന്നു. മധ്യപ്രദേശിലെ മണ്ഡലയിൽ നിന്നെത്തിച്ച വിവിധ നിറങ്ങളിലുള്ള മാർബിളുകൾ ക്ഷേത്രത്തിനുള്ളിൽ കരകൗശല വേലകൾക്കായി ഉപയോഗിച്ചിട്ടുണ്ട്. രാജസ്ഥാനിലെ ഭരത്പൂരിൽ നിന്നും പിങ്ക് നിറത്തിലുള്ള സാൻഡ്സ്റ്റോൺ മറ്റിടങ്ങളിൽ പാകിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ കാണുന്ന ഒരു തവിട്ട് നിറത്തിൽ കാണുന്നത് പിങ്ക് സ്റ്റോൺ ആണ്. അത് വളരെ വിലയേറിയ പിങ്ക് സ്റ്റോൺ പാകിയിരിക്കുന്നു. 4.7 ലക്ഷം ക്യൂബിക് സാൻഡ്സ്റ്റോൺ ഇതിന് വേണ്ടി വന്നു എന്നുള്ളതാണ്. ഇരുമ്പും കോൺക്രീറ്റും വളരെ നാമമാത്രമായി ഉപയോഗിച്ചിട്ടുള്ള നിർമ്മാണ രീതി എന്നുകൂടി പറയാം നമുക്ക് ഈ ഭവ്യമായ ശ്രീരാമക്ഷേത്രത്തിൻ്റേത്. ക്ഷേത്രത്തിനാകെ 44 വാതിലുകളാണുള്ളത്. താഴത്തെ നിലയിൽ മാത്രമുണ്ട് 18 വാതിലുകൾ. കിഴക്ക് വശത്തുകൂടി പ്രവേശിച്ച് തെക്ക് വശം വഴി പുറത്തിറങ്ങുന്ന രീതിയിലാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം എന്ന് പറയാം. വാതിലുകൾ നിർമ്മിക്കാനുള്ള തേക്ക് വന്നത് മഹാരാഷ്ട്രവും നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നുകൂടിയാണ് എന്നത് നമുക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. ശ്രീകോവിലിൻ്റെ വാതിലടക്കം 14 വാതിലുകൾ സ്വർണം പൂശിയതാണ്. തമിഴ്നാട്ടിലെ ദ്രാവിഡ രീതിയിൽ ക്ഷേത്രത്തെ വലയം ചെയ്ത് മതിൽ നിർമ്മിക്കുന്നുണ്ട്.
14 അടി വീതിയിൽ 2 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിലാണ് ഈ ക്ഷേത്രമതിലിൻ്റെ ചുറ്റുമതിലിൻ്റെ നിർമ്മാണം നടക്കാൻ പോകുന്നത്. പ്രധാന ക്ഷേത്രം കൂടാതെ അങ്കണത്തിൽ 7 ഉപക്ഷേത്രങ്ങളുണ്ട്. രാം ജന്മഭൂമിയിൽ വാൽമീകിയുടെ, വസിഷ്ഠൻ്റെ, വിശ്വാമിത്രൻ്റെ, അഗസ്ത്യൻ്റെ, നിഷാദരാജൻ്റെ, നമ്മുടെ ശബരിയുടെ, അഹല്യ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ അതിൻ്റെ ക്ഷേത്രങ്ങൾ, പ്രതിഷ്ഠകൾ ഈ ശ്രീരാം ജന്മഭൂമിയിൽ നമുക്ക് കാണാം. ജടായുവിൻ്റെ പ്രതിമയും തെല്ലകലയായി നമുക്ക് കാണാനും സാധിക്കും. നമ്മുടെ ചടയമംഗലത്തെ ആ ഒരു വിശ്വാസം ഉണ്ട്. ചടയമംഗലത്ത് ജടായുവിന് വേണ്ടി മാത്രം സമർപ്പിക്കപ്പെട്ട ഒരു സ്മാരകമടക്കം അവിടെയുണ്ട്. അവിടെ ജടായുവിൻ്റെ പ്രതിഷ്ഠയും നമുക്കിവിടെ കാണാൻ സാധിക്കും. രോഹിണി, ഈ രാമായണ മാസത്തിൽ, ഈ രാമായണ കർക്കിടകം 1 തുടങ്ങുന്ന ദിവസത്തിൽ നമ്മൾ ജനം TV, അത് നമ്മുടെ ഒരു ദൗത്യം കൂടിയാണ്. ഈ ഭവ്യമായ ശ്രീരാമക്ഷേത്രം, ഇവിടേക്ക് എത്താൻ കഴിയാത്ത ഒട്ടനവധി നമ്മുടെ പ്രേക്ഷകരുണ്ട്. അത് പ്രായമായ ആളുകളുണ്ട്, സാമ്പത്തിക പരാധീനതകൾ കൊണ്ട് ഇവിടേക്ക് എത്താൻ സാധിക്കാത്തവരുണ്ട്. എന്നാൽ ഒരു നോക്ക് കാണാൻ ഭഗവാൻ ശ്രീരാമൻ്റെ ഭവ്യമായ ക്ഷേത്രം ഒരു നോക്ക്. അതെ, ശ്രീകാന്ത് പറഞ്ഞതുപോലെ ഈ രാമായണ മാസത്തിൽ അയോധ്യയിൽ നിന്നുള്ള രാമക്ഷേത്രത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നത് തന്നെ പുണ്യം എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം ശ്രീകാന്ത്, നമുക്കറിയാം, നമ്മൾ ഈ കർക്കിടകത്തെ എപ്പോഴും സ്വീകരിക്കുന്നത് രാമായണ ശീലുകളാലാണല്ലോ. മനസ്സിനും ശരീരത്തിനും നേരിടുന്ന വ്യാധികളെയും ആധികളെയും ഒക്കെ രാമമന്ത്രത്താൽ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ള ശീലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പഞ്ഞമാസത്തിൻ്റെ തുടക്കം കുറിക്കുമ്പോൾ ഓരോരുത്തരും രാമരാമ മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് അയോധ്യയിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ കൂടി വരുന്നതോട് വലിയ രീതിയിൽ മനസ്സിന് ഒരു നിറവാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീകാന്തിന് അവിടെ നിന്നും പങ്കുവയ്ക്കാൻ കഴിയുന്ന വിശേഷങ്ങളോടൊപ്പം അവിടെ ഇപ്പോഴും വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണോ? അവിടെയുള്ള അകത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഭക്തരുടെ ഒരു പ്രവാഹം, പ്രത്യേക പൂജകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. രോഹിണി, ഭക്തരുടെ അഭൂതപൂർവമായ തിരക്കുണ്ട്. കാരണം ശ്രാവണ മാസമാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ കാവടി യാത്രയൊക്കെ ഈ പ്രദേശത്ത് നടക്കുന്നതാണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആചാരങ്ങളിൽ ഒന്നാണ്. ഒരു ഭാഗത്ത് നമ്മുടെ കൃഷ്ണകുമാർ, നമ്മുടെ ക്യാമറാമാനാണ് കൃഷ്ണകുമാർ, ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണിക്കും. ഞാനതിൻ്റെ ഒരു വിവരണം നൽകാം. രാവിലെ മുതൽ തന്നെ പരമാവധി നിയന്ത്രിച്ച്, കാരണം ഈ ക്ഷേത്രത്തിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരക്കും ഉണ്ടാകാതെ നിയന്ത്രിച്ച് ഇവിടേക്ക് ഭക്തരെ കടത്തിവിടുന്നുണ്ട്. ദൃശ്യങ്ങളിലെല്ലാം നമുക്ക് കാണാം. ശ്രാവൺ മാസമാണ്. ഇവിടെ ക്ഷേത്രങ്ങളിലെല്ലാം വലിയ ഭക്തജന തിരക്കുണ്ടാകുന്ന സമയമാണ്. ഇവിടെ കാവടി യാത്രയുടെ ഒരു സീസൺ കൂടിയാണ്. അതിനാൽ തന്നെ ഈ ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായ തിരക്ക് ക്ഷേത്രത്തിൽ ഉണ്ടാകുന്നുണ്ട്. 80,000-ലധികം ഭക്തർ, ഒരു ആവറേജ് കണക്കാണ്, ഒരു ദിവസം ക്ഷേത്രത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്കായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട പല പൂജകളുമുണ്ട്. രാവിലെ ആരതിയുണ്ട്, മംഗളാരതി ഉണ്ട്. അതാണ് ഏറ്റവും പുണ്യമായ, ഏറ്റവും പവിത്രമായ കാര്യം എന്ന് പറയുന്നത്. ആ മംഗളാരതിയിൽ പങ്കെടുക്കാൻ, മംഗളാരതി കണ്ട് തൊഴാൻ വേണ്ടി ഒട്ടനവധി ആളുകളാണ് രാവിലെ ഈ ശ്രീരാമക്ഷേത്രത്തിലേക്ക് എത്തുന്നത്, അയോധ്യ രാം ജന്മഭൂമിയിലേക്ക് എത്തുന്നത്. ഒരു പക്ഷേ ജനം ടിവിക്ക് മാത്രം കഴിയുന്ന, ജനം ടിവിക്ക് മാത്രം നൽകാൻ കഴിയുന്ന ഒന്നാണ് ഈ അയോധ്യ രാം ജന്മഭൂമിയിലെ ഈ ദൃശ്യങ്ങൾ, ഈ അയോധ്യ രാം ജന്മഭൂമിയിലെ ഈ ഭക്തജന പ്രവാഹം. ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ കർത്തവ്യം കൂടിയാണ് ജനങ്ങളിലേക്ക്, പ്രേക്ഷകരിലേക്ക് ഈ വാർത്തകൾ എത്തിക്കുക, ഈ ദൃശ്യങ്ങൾ എത്തിക്കുക എന്നുള്ളത്. എന്തുകൊണ്ട് ജനം ടി വി എന്നുള്ളതിന് ഒരേ ഒരു ജനം ടി വി മാത്രമാണ് ഈ വാർത്തകൾ, ഈ ക്ഷേത്ര സംബന്ധമായ ദേശീയ പ്രാധാന്യമുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉള്ളത് എന്നുള്ളത്. ജയ് ശ്രീറാം വിളികളോട് जय सिया राम। किधर से आया भैया? एमपी मंसूर। हाँ जी, मंसूर जिला, मंदसौर जिला। जय श्रीराम बोलिए। जय जय सिया राम, जय जय सिया राम, जय सिया राम, ജയ് ശ്രീറാം വിളികളോടുകൂടി ക്ഷേത്രത്തിൽ ഭക്തർ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ രാമമന്ത്രങ്ങൾ മാത്രമാണ് മുഴങ്ങുന്നത്. ഇവിടുത്തെ കാറ്റിൽ പോലുമുണ്ട് ഭഗവാൻ ശ്രീരാമൻ്റെ നാമം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃഷ്ണകുമാർ, ആ പണി നടക്കുന്നതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ നമ്മുടെ പ്രേക്ഷകർക്ക്, ജനം ടി വിയുടെ പ്രേക്ഷകർക്ക് അതെല്ലാം ഒന്ന് കാണിച്ചു കൊടുത്താൽ വളരെ നന്നായിരിക്കും. കാരണം എല്ലാ പ്രേക്ഷകരോടും പറയാനുള്ളത് ഒരു കാര്യമാണ്. ഞാൻ 3 ദിവസമായി ഇവിടെയുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അയോധ്യയിലേക്ക് വരണം. ഈ അമൃതകാലത്തിൽ ഭാരതത്തിൻ്റെ ഈ ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങൾ ഒരു നോക്കെങ്കിലും കാണണം. നിങ്ങളുടെ ജീവിതം അർത്ഥപൂർണ്ണമാകാൻ മറ്റൊന്നും വേണ്ട. സരയുവിൻ്റെ കരയിൽ ഒരല്പസമയം പോയി വെറുതെ ഇരിക്കണം, ധ്യാനത്തിലിരിക്കണം. സരയുവിൻ്റെ കരയിൽ വൈകിട്ട് നടക്കുന്ന
സരയൂ ആരതിയിൽ ഒരു നിമിഷം പങ്കെടുക്കണം, അതിനപ്പുറം പുണ്യം മറ്റൊന്നും കിട്ടില്ല എന്നുള്ളത് നിസ്സംശയം പറയാം. ഇതിൽ രണ്ടിലെയും പങ്കെടുക്കുന്നതിന് സാധിച്ചിരുന്നു. ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരി എങ്ങനെയാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത് കൊണ്ട് പട്ടിണി മാറ്റുന്നത് എന്ന് കാണണമെങ്കിൽ നിങ്ങൾ അയോധ്യയിലേക്ക് വരണം. കാരണം ഇവിടുത്തെ ക്ഷുരകനും ഇവിടുത്തെ കച്ചവടക്കാരനും ചായ്വാലയും ചന്ദനം തൊടുന്നവനും പൂക്കൾ വിൽക്കുന്നവനും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഈ മറ്റു ഒട്ടനേകം ആളുകൾക്ക് വെറും സരയു കൊണ്ട് മാത്രം, സ്വച്ഛന്തമായി ഒഴുകുന്ന ഒരു നദി കൊണ്ട് മാത്രം 5000 പേർ പട്ടിണി അകറ്റി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാകും അതിൻ്റെ പവിത്രത എത്രയാണ്, അതിൻ്റെ ദീർഘവീക്ഷണം ഭരണാധികാരിയുടെ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത്. അവിടെ തകർന്നു കിടന്ന ഘാട്ട് നന്നാക്കിയെടുത്ത സരയൂ ആരതി പൂർവാധികം ഭംഗിയായി തുടങ്ങിയതിന് ശേഷം അവിടെ രാം കെ പേടി സ്ഥാപിച്ചതിന് ശേഷം ഏറ്റവും ഭംഗിയായാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. 5000 പേർ സരയു കൊണ്ട് മാത്രം ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എത്രത്തോളം ഉണ്ട് മനസ്സിലാക്കാനും സാധിക്കും. ജയ് ശ്രീറാം വിളികളോടുകൂടി ഇപ്പോഴും ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ജയ് ശ്രീറാം. ഇപ്പോഴും പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് ഇത് ഇവിടേക്ക് അയോധ്യയിൽ അഭൂതപൂർവമായ ഭക്തജന തിരക്ക്, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അഭൂതപൂർവമായ ഭക്തജന തിരക്ക്. അതിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, വൃദ്ധരുണ്ട്, അങ്ങനെ ശാരീരിക വൈഷമ്യമുള്ളവരുണ്ട്. എല്ലാവരും അയോധ്യയിലേക്ക് എത്തുന്നുണ്ട്. ഭഗവാൻ ശ്രീരാമൻ്റെ പ്രഭുവിൻ്റെ ഒരു നിമിഷ നേരത്തെ ദർശനത്തിന് വേണ്ടിയാണ് ഇവിടേക്ക് എത്തുന്നത്. കൃഷ്ണമർ ആ ഭക്തജനങ്ങളുടെ ആ ഒരു പ്രവാഹം ആ ദൃശ്യങ്ങൾ കൂടി കാണിച്ചു കൊടുക്കാം. അകത്ത് ഏതെങ്കിലും തരത്തിലുള്ള തിക്കും തിരക്കും ഉണ്ടാകാതിരിക്കാൻ വളരെ കാര്യമായി തന്നെ ഘട്ടം ഘട്ടമായാണ് ആളുകളെ കയറ്റിവിടുന്നത്. കിഴക്ക് വശത്തുകൂടി കയറി തെക്ക് വശത്തുകൂടി ഇറങ്ങിപ്പോകുന്ന രീതിയിൽ അത് ക്രമീകരിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയാണ്. ഒരു ക്ഷേത്രം പണിതാൽ പട്ടിണി മാറും എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണിത്. ഞാൻ ഇന്നലെ രാത്രി ഈ അയോധ്യയിലെ തെരുവിലൂടെ നടന്നു രോഹിണി. അതായത് നമുക്ക് തെരുവിലിങ്ങനെ രാമമന്ത്രം മാത്രം മുഴങ്ങുന്ന തെരുവിലൂടെ നമുക്കിങ്ങനെ അലിഞ്ഞു ചേർന്ന് നടക്കാം. അതാണ് അയോധ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എത്ര സമയം വേണമെങ്കിലും നമുക്ക് നടക്കാം, നമുക്ക് ഒരു തരത്തിലും മുഷിപ്പുണ്ടാകില്ല എന്നുള്ളതാണ്. കേരളത്തിൽ നിന്നാണോ? നമുക്ക് കുറച്ച് മലയാളി ഇത് കിട്ടിയിട്ടുണ്ട്. എവിടെയാ കേരളത്തിൽ? കേരളം തിരുവല്ല. ഒരു ടീമായിട്ട് വന്നേക്കാണോ? ഒരു ടീമായിട്ട് കർക്കിടക മാസം ഇവിടെ വളഞ്ഞവട്ടം, തിരുവല്ലയിൽ വളഞ്ഞവട്ടത്ത് നിന്നും കർക്കിടക മാസം 1-ാം തീയതി ഭഗവാനെ കാണാൻ വേണ്ടി വന്നു. എത്ര പേരുണ്ട് എല്ലാവരും കൂടി? 4 പേരും 5 പേര്. നമുക്ക് ഇങ്ങ് ഉത്തർപ്രദേശിൽ നമ്മുടെ ഭഗവാന്റെ ജന്മസ്ഥാനത്ത് ശ്രീരാം ജന്മഭൂമിയിൽ നമുക്കൊരു മലയാളി കുടുംബത്തെ കൂടി കാണാൻ സാധിച്ചു. കർക്കിടകം 1-ന് ശ്രീരാമ ജന്മഭൂമിയിൽ ദർശനത്തിനായി എത്തിയിരിക്കുകയാണ് അവർ. നമുക്ക് മലയാളികളായ തീർത്ഥാടകരോട്, നമ്മുടെ നാട്ടുകാരോട് പറയാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെയാണ്. ഒരു തവണയെങ്കിലും ഈ ജന്മം സാക്ഷാത്കരിക്കാൻ, ഈ ജന്മം കൊണ്ട് അതിൻ്റെ ജന്മപുണ്യം നുകരാൻ ഒരു തവണയെങ്കിലും അയോധ്യയിലേക്ക് എത്തണം. ഈ ഭവ്യമായ ശ്രീരാമക്ഷേത്ര ദർശനം സാധ്യമാക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ദൃശ്യങ്ങൾ ജനം TV പ്രേക്ഷകർക്ക് മുന്നിലായി വയ്ക്കുകയാണ്. പ്രേക്ഷകർ ഈ കർക്കിടക മാസത്തിൽ അവരുടെ ഓരോ മനുഷ്യരുടെയും ജീവിതം ധന്യമാകാൻ, ഒരു നോക്ക് കാണാൻ, ഇവിടേക്ക് എത്താൻ കഴിയാത്ത, സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടെത്താൻ കഴിയാത്ത, ശാരീരിക വൈഷമ്യം കൊണ്ടെത്താൻ കഴിയാത്ത, അങ്ങനെ ഒട്ടനേകം പ്രശ്നങ്ങൾ കൊണ്ട് വരാൻ കഴിയാത്ത ആയിരക്കണക്കിന് 10000കണക്കിന് പ്രേക്ഷകർ ജനം TVക്ക് ഉണ്ട്. അവർക്കെല്ലാമായി ജനം TV ഈ ദൃശ്യങ്ങൾ അവരിലേക്ക് എത്തിക്കുകയാണ്. രാമായണ പുണ്യം നുകർന്നുകൊണ്ട് ഭഗവാൻ ശ്രീരാമൻ്റെ ഭവ്യക്ഷേത്രം കണ്ടുകൊണ്ട് അവർക്ക് ഈ രാമായണ മാസം തുടങ്ങാം. ഉള്ളിലേക്ക് കയറുന്നതിനുള്ള ചില സുരക്ഷാപരമായ പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു ഉള്ളിൽ നിന്നും. ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണിക്കാം എന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ അവർക്ക് കൂടുതൽ ഇവിടുത്തെ പ്രതിഷ്ഠാ സംബന്ധമായ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാകാൻ സാധിക്കും. നമ്മൾ ഇന്നലെ രാം കെ ദർബാറിൽ പോയിരുന്നു, രാമൻ്റെ ദർബാറിൽ നമ്മൾ പോയിരുന്നു. അത് 1-ാം നിലയിൽ രാമൻ്റെ ദർബാറുണ്ട്. ഏറ്റവും മുകളിലായി ക്ഷേത്രത്തിൽ നമുക്ക് ധ്യാനിക്കാനുള്ള മണ്ഡപമടക്കം പണിയായിക്കൊണ്ടിരിക്കുന്നു. എല്ലാ തരത്തിലും ഭാരതത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ദൃശ്യമാകണമെങ്കിൽ അയോധ്യയിലേക്ക് വരണം. ഒരിക്കലും ജയിക്കാനാകാത്തതെന്തോ അതാണ് അയോധ്യ എന്നുള്ളതാണ്. ഒരിക്കലും കീഴടക്കാനാകാത്തതെന്തോ അതാണ് അയോധ്യ എന്നുള്ളതാണ്. അതാണ് അവിടുത്തെ രാമജന്മഭൂമിയിലെ ഭവ്യമായ രാമക്ഷേത്രത്തിൽ നിന്നും നമ്മൾ ഈ രാമായണ മാസം തുടങ്ങുന്നു. ജനം TV പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഈ ഭഗവാൻ ശ്രീരാമൻ്റെ ജന്മഭൂമിയും ഈ ക്ഷേത്രവും സമർപ്പിക്കുകയും ചെയ്യുന്നു.
അതെ, ശരി ശ്രീകാന്ത്. എന്തായാലും രാമായണ മാസാരംഭത്തിൽ അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളും വിശേഷങ്ങളുമാണ് നമ്മുടെ പ്രതിനിധി എസ് ശ്രീകാന്ത് പങ്കുവച്ചത്. പ്രേക്ഷകർക്കും ഈ കാഴ്ച അങ്ങേയറ്റം ആനന്ദദായകം തന്നെ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.